കുസ്തി 2 ചെല്ല അയ്യാവുവിൻ്റെ സംവിധാനത്തിൽ വിഷ്ണു വിശാൽ, ഐശ്വര്യലക്ഷ്മി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സിനിമയാണ് ഗട്ടാ കുസ്തി 2. 2022 വൻ വിജയമായി മാറിയ ഒന്നാം ഭാഗത്തിൻ്റെ തുടർച്ചയായാണ് ഈ സ്പോർട്സ് കോമഡി ഡ്രാമ ഒരുക്കിയിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളിലെ പക്വതയും ലിംഗസമത്വവും ഹാസ്യത്തിൻ്റെ അകമ്പടിയോടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്ന ചിത്രം. എന്നാൽ ആദ്യ ഭാഗം തന്ന പുതുമയും കാതലായ മെസ്സേജും നിലനിർത്തുന്നതിൽ എത്രത്തോളം വിജയിച്ചു എന്ന് പരിശോധിക്കേണ്ടതാണ്. ഗട്ടാ കുസ്തി ഒന്നാം ഭാഗം സ്ഥലത്തു നിന്നാണ് രണ്ടാം ഭാഗത്തിൻ്റെ കഥ വികസിക്കുന്നത്. പുരുഷാധിപത്യ ചിന്താഗതിക്കാരനായ വീര തൻ്റെ ഭാര്യ കീർത്തി ഒരു നാഷണൽ ഗുസ്തി ചാമ്പ്യൻ ആണെന്ന കാര്യം തിരിച്ചറിയുന്നതും അവളെ കരിയറിൽ പിന്തുണയ്ക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നതുമായിരുന്നു ആദ്യ ഭാഗം. ആ സംഭവങ്ങൾ നടന്ന് 6 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇവരുടെ ജീവിതമാണ് രണ്ടാം ഭാഗത്തിൽ ഇവിടെ സംവിധായകനും കൂട്ടരും പറഞ്ഞിരിക്കുന്നത്. കീർത്തി ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയും സജീവമായി ഗുസ്തി പരിശീലിക്കുന്ന കായിക താരവുമാകുന്നു. വീരയാട്ടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്ന മകളെ സ്കൂളിൽ വിടുന്ന ഒരു ഹൗസ് ഹസ്ബൻഡായും ചിത്രത്തിൽ മാറിയിരിക്കുന്നു. ഇവർക്ക് ഇപ്പോൾ ഒരു 6 വയസ്സുകാരിയായ മകളും ഉണ്ട്. എല്ലാം ശാന്തമായി പോകുമ്പോഴാണ് കീർത്തിയുടെ വിജയങ്ങളിൽ അസൂയ പൂണ്ട ഒരു വില്ലൻ കോച്ച് രംഗപ്രവേശം ചെയ്യുന്നത്. വീരൻ്റെ നിഷ്കളങ്കതയെയും അപകർഷതാബോധത്തെയും ചൂഷണം ചെയ്ത് അയാൾ ഇവർക്കിടയിൽ വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു. ഇത് കീർത്തിയുടെ കരിയറിനെ ബാധിക്കുകയും ദമ്പതികൾ തമ്മിൽ വേർപിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന കോമഡി ഡ്രാമ സംഭവങ്ങളാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രമേയം. സംവിധായകൻ ചെല്ല അയ്യാവു തൻ്റെ മുൻ ചിത്രങ്ങളിലേതുപോലെ തന്നെ മാഡ്കാപ്പ് കോമഡി അല്ലെങ്കിൽ ക്രേസി തമാശകൾക്കാണ് ഇതിലും പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എന്നാൽ ആദ്യ ഭാഗത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് നൽകിയ കൃത്യമായ ഫോക്കസ് രണ്ടാം ഭാഗത്തിലെ തിരക്കഥയിൽ പലയിടത്തും വഴിമാറിപ്പോകുന്നതായും കാണാം. മകളായി അഭിനയിച്ച സാറയുടെ പ്രകടനം വളരെ സ്വാഭാവികമായിരുന്നു. കുട്ടികളെ അനാവശ്യമായി പക്വതയുള്ളവരായി കാണിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നും ഇത് മാറിയാണ് ഈ പടത്തിലെ കുട്ടിയുടെ കഥാപാത്രം പോകുന്നത്. ആദ്യ ഭാഗം ലിംഗവിവേചനത്തെ ട്രോളിയപ്പോൾ രണ്ടാം ഭാഗത്തിൽ പലയിടത്തും പഴയ 80കളിലെയും 90കളിലെയും തമാശകളിലേക്ക് സിനിമ പിന്നോട്ട് പോകുന്നതായി തോന്നി. ഭാര്യയെ പേടിക്കുന്ന ഭർത്താവ്, അയൽക്കാരൻ്റെ ഭാര്യയെ സംശയിക്കുന്ന രംഗങ്ങൾ, ഇരട്ടയർത്ഥമുള്ള സംഭാഷണങ്ങൾ എന്നിവ സിനിമയുടെ നിലവാരത്തെ ഒരല്പം പുറകോട്ട് വലിച്ചതായും തോന്നി. ക്ലൈമാക്സിലെയൊക്കെ ഗുസ്തി മത്സരങ്ങൾ നന്നായി കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില കുടുംബ വികാരങ്ങൾ കായിക പ്രേമികൾക്ക് അത്ര ദഹിച്ചെന്ന് വരില്ല. ഇൻ ഷോർട്ട്, ആദ്യ ഭാഗത്തിൻ്റെ അത്ര തന്നെ പുതുമയോ കൃത്യതയോ ഉള്ള ഒരു സന്ദേശമോ രണ്ടാം ഭാഗത്തിനില്ല. എങ്കിലും യുക്തി ചിന്തിക്കാതെ കുറച്ചു തമാശകൾ കണ്ട് ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ ചിത്രമാണ് ഗട്ടാ കുസ്തി 2. ശരാശരിയും താഴെ നിൽക്കുന്ന സിനിമയാണ് ഗട്ടാ കുസ്തി 2.